ഹായ്, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഉലുവ, കുരുമുളക് പൊടി, ചെറിയ ജീരകം. പൊടികളൊക്കെ ഈ ചിക്കനൊക്കെ ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം കേട്ടോ. കാണിക്കാൻ വിട്ടുപോയി. തീ കത്തിച്ചിട്ടില്ല, കത്തിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കണം. വെള്ളം ഒഴിക്കണില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ആണ് കുക്ക് ചെയ്യണത് കേട്ടോ. അടച്ചു വെക്കാം. അതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിൽ വല്യുള്ളി, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പ് ഇതൊക്കെ കുക്കർക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് മറ്റേ അടുപ്പത്ത് വേവിക്കാം. ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഉള്ളിയും തക്കാളി അല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നല്ല അടി തട്ടിങ്ങാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത്. എങ്ങനെ പറയേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. ശ്രമിച്ച് നോക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക്. പിന്നെ ഞാൻ പറഞ്ഞതിലോ ചെയ്തതിലോ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഓഫാക്കാം. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് ഇറങ്ങണ ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടിയാണ്. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആവണം. നന്നായിട്ട് അടിയിൽ കൂടി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടച്ചു വെക്കുക, ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക, തുറക്കുക, ഇളക്കുക. ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകരുത്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കട്ടോ. നല്ല പോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ മുക്കി പൊരിക്കണ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താണ്ട് ഇങ്ങനെയും ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ. വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കറൊക്കെ തുറന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചതക്കാതെ ഇട്ടിക്കണം കേട്ടോ. കുക്കറിലിട്ടാൽ നല്ലോണം വെന്ത് കിട്ടുമല്ലോ. അപ്പം അതിന് നമുക്ക് ചിക്കനൊക്കെ ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടല്ലോ, ആ ചിക്കനൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇളക്കി കൊടുത്ത് നോക്കാം, അടി പിടിച്ചിട്ടുണ്ടോ നോക്കാം. ഈ കുക്കറിൽ ഉള്ളി വേവിക്കണോണ്ട് ചിക്കനൊന്നും നമുക്ക് ഉള്ളി അങ്ങനെ എന്താ പറയുക വേവാതെ കിടക്കുന്നില്ല കേട്ടോ. വെന്തുടഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. അടിപൊളിയായിട്ടില്ലേ? ഇത് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. ഇപ്പം ഉള്ളിയൊന്നും കാണാനല്ലോ. ഇങ്ങനെയാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. ഈ ഗ്രേവി ചിക്കൻ ഇല്ലെങ്കിലും ഇതിൻ്റെ മസാല കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, പത്തിരിക്ക്, പൊറാട്ട, എല്ലാത്തിനും കോമ്പിനേഷനാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട്, എന്നാലും പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതല്ലേ. ഉള്ളിൻ്റെ അതൊന്നും കാണാനില്ലല്ലോ. നല്ല ഉടഞ്ഞ വേവ് ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളി ഒന്നും കാണാനില്ല. ചിക്കനുമേ നല്ല മസാല പിടിച്ച് കിടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? ഇങ്ങനെയാണ് ഇവിടെ ഞാൻ പെട്ടെന്നൊരു ചിക്കൻ സെറ്റാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഉടഞ്ഞ് വരുന്നില്ല കേട്ടോ. ഇളക്കി ഇളക്കി ചിക്കനാകെ ഉടഞ്ഞു പോകുന്നില്ല, പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്താലും ഒരു പ്രശ്നവും വരില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്